ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 9-ാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഫ്ലാറ്റ് നമ്പർ 14 ഇയിൽ കൊല്ലപ്പെട്ടത് നാണു മുതലാളി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ആ വിവരം ലഭിച്ചതു മുതൽ രഘുവിന് അടക്കാനാവാത്ത ഒരു ആകാംക്ഷയായിരുന്നു. അന്ന് ആ മുറിയിൽ എന്തായിരിക്കും സംഭവിച്ചത് എന്നറിയാനായിരുന്നു ആകാംക്ഷ. ആരോട് ചോദിച്ചാൽ അതിനെപ്പറ്റി അറിയാൻ കഴിയും? അതിനെപ്പറ്റിയുള്ള ചിന്തയിലായിരുന്നു കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പോലും രഘു. അത് മനസ്സിലാക്കിയ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറയുന്ന കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ മറ്റൊരു സംശയമാണ് ചിന്തിക്കുന്നത്. കഥ കേൾക്കുന്നതിലുള്ള താല്പര്യക്കുറവുകൊണ്ടാണോ? അതോ ഇന്നലെ നടന്ന സംഭവത്തിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണോ? ഇന്നലത്തെ സംഭവത്തിനെക്കുറിച്ച് അറിയാനുള്ള അതിയായ ആകാംക്ഷ കൊണ്ടാണ്. ഇതുവരെയും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുകയായിരുന്നുവെങ്കിൽ അതൊരു നേട്ടമാകുമായിരുന്നു. അതിനുവേണ്ടിയാണ്. അന്ന് വൈകിട്ട് മുറിയിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി ആ മനുഷ്യൻ പറഞ്ഞു തുടങ്ങി. അന്ന് അവിടെ കൂടിയവരെല്ലാവരും അതിയായ സന്തോഷത്തിലായിരുന്നു. അതിയായ സന്തോഷമെന്ന് പറഞ്ഞാൽ അമിതമായ സന്തോഷം. ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം അമിത ആഹ്ലാദത്തിലായിരുന്നു അന്ന് അവരെല്ലാവരും. ഡയറക്ടർമാരെ കൂടാതെ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ 3 പേരായിരുന്നു. ഫ്ലാറ്റിൻ്റെ കെയർടേക്കറായി അവിടെയുള്ള സാബു, മറ്റൊന്ന് ഫ്ലാറ്റിൻ്റെ എൻജിനീയറിംഗ് വർക്കുകൾ നടത്തിയ ദിനേശൻ, മറ്റൊന്ന് സ്ഥലത്തെ പുതുപ്പണക്കാരനായ നാണു മുതലാളി. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. മാത്രവുമല്ല, ദിനേശനും പങ്കജാക്ഷനും ആദ്യമേ പോന്നു എന്നതും അറിയാവുന്നതാണ്. അതിനുശേഷം നടന്നത് എന്താണ് എന്നാണ് അറിയേണ്ടത്. അതിനുശേഷം ഓരോരുത്തരായി പുറത്തേക്ക് പോന്നു. ആദ്യം പുറത്തേക്ക് പോകുന്നത് പങ്കജാക്ഷനും ദിനേശനും. അതിനുശേഷം ഡയറക്ടർമാർ ഓരോരുത്തരായി പുറത്തേക്ക് പോന്നു. അപ്പോഴേക്കും അമിത മദ്യപാനം കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു നാണു. അയാൾ ബോധം തെളിയുമ്പോൾ പുറത്തേക്ക് വരട്ടെ. അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനത്തെ ഡയറക്ടറായ ഫൈസലും പുറത്തേക്ക് പോയത്. ഫൈസൽ കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞ് കുറേ സമയം കൂടി കഴിഞ്ഞപ്പോഴാണ് നാണുവിന് ബോധം വന്നത്. നാണു കണ്ണു തിരുമ്മി എഴുന്നേറ്റിരുന്നപ്പോൾ ഫ്ലാറ്റിൻ്റെ പുറത്തേക്കുള്ള വാതിലിന് പുറത്ത് ഒരു രൂപം കണ്ടു. വീണ്ടും അയാൾ കണ്ണു തിരുമ്മി നോക്കി. ശരി തന്നെ, അവിടെ ആ രൂപം കാണുന്നുണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് വെറും ഒരു ഗ്ലാസ് ആയിരുന്നു. ഇപ്പോൾ ആ ഗ്ലാസ്സിന് പുറത്ത് കൈകൾ രണ്ടും ഗ്ലാസ്സിൽ പതിപ്പിച്ച് ശരീരം ഗ്ലാസ്സിനോട് ചേർത്ത് വെച്ച നിലയിൽ നിൽക്കുകയാണ് ആ രൂപം. 2 കൈകളിലും ചോര പുരണ്ടിട്ടുണ്ട്. ശരീരത്തിലും ചോര. ചുണ്ടിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. വാതിൽ പൂട്ടിയതായതുകൊണ്ടായിരിക്കാം ആ രൂപം അകത്തേക്ക് വരാത്തത്. ആടി എഴുന്നേൽക്കാൻ തുടങ്ങിയ നാണുവിന് വാതിൽക്കലേക്ക് നോക്കുമ്പോൾ സമാനമായ മറ്റൊരു രൂപം കൂടി കാണാൻ കഴിഞ്ഞു. ആ രൂപത്തിൻ്റെ കൈകളിൽ രക്തമൊന്നുമില്ല. പക്ഷേ ആ രൂപവും അല്പം ഭീകരാവസ്ഥയിലാണ്. തുറിച്ച കണ്ണും പുറത്തേക്ക് നീട്ടിയ നാവും. അതും അവിടെ നിന്നും അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ നാണു അല്പം കൂടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതാണ്. വാതിൽക്കൽ നിൽക്കുന്ന രൂപത്തിനെയാണെങ്കിലും നല്ല പരിചയം. ആ രൂപത്തിന് നേരെ നോക്കാൻ മടിച്ച നാണു ഫ്ലാറ്റിൻ്റെ അടുക്കളയുടെ വശത്തേക്ക് നീങ്ങി. അവിടെയും കാണാം മറ്റൊന്ന്. അതൊരു സ്ത്രീരൂപമാണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ആ മുഖം ഒറ്റ നോട്ടത്തിൽ തന്നെ നാണുവിന് മനസ്സിലാവുകയും ചെയ്തു. തനിക്ക് വളരെ കാലം വാത്സല്യപൂർവ്വം വേണ്ടതെല്ലാം ആവശ്യത്തിലധികം എടുത്തു തന്ന വിട്ടുകൊണ്ടിരുന്ന ഒരാളിൻ്റെ മുഖമാണത്. പക്ഷെ അന്നുള്ള വാത്സല്യത്തിനു പകരം ഇപ്പോൾ ആ മുഖത്ത് ഒരുതരം ക്രൂരഭാവമാണ്. ഇനി ഒരു വാതിൽ കൂടിയേ ബാക്കിയുള്ളൂ. ആ വാതിലിലൂടെയെങ്കിലും പുറത്ത് കടക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് അയാൾ കണ്ടത് അവിടെ അതിലൊക്കെ ക്രൂരമായ ഒരു രൂപമാണ്. നാണു എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഭിത്തിയിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. കാവിൽ വിളക്ക് വയ്ക്കാറുണ്ടായിരുന്ന സ്ഥലത്തെ രക്ഷസിൻ്റെ രൂപം. അത് കണ്ടതേ നാണു അലറിക്കരഞ്ഞു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രം. നീ എന്തിനാണ് നാണു കരയുന്നത്?
കർമ്മഫലം ഓരോരുത്തരും അനുഭവിച്ചേ പറ്റൂ. സൽക്കർമ്മങ്ങൾ ചെയ്തവൻ സൽക്കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും. ദുഷ്കർമ്മങ്ങൾ ചെയ്ത നീ ദുഷ്കർമ്മത്തിൻ്റെ ഫലവും അനുഭവിക്കും. അതിൽ നിന്നും മോചനമുണ്ടാകുമെന്നൊന്നും നീ വിചാരിക്കണ്ട. ഇന്ന് കാണുന്ന ഈ സമ്പത്തൊന്നും നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുകയുമില്ല. ഞാൻ ചെയ്തത് പാപമാണ്, അതെനിക്കിപ്പോൾ ബോധ്യമാകുന്നുണ്ട്. ധനത്തിനോടുള്ള അത്യാർത്തി നിമിത്തം നിങ്ങളോടുള്ള സ്നേഹം ഞാൻ മറന്നു. എന്നിട്ട് പണത്തിന് പിന്നാലെ പോയി. നന്ദികേടാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്കത് ചെയ്യാതെ നിവൃത്തിയുമില്ലായിരുന്നു. നീ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചത് നിന്റെ ജീവനെയല്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും നീ ജീവൻ രക്ഷിക്ക്. ഞാനതൊന്ന് കാണട്ടെ. വാതിലുകളെല്ലാം അടച്ചാലും എനിക്ക് ഈ മതിലിലൂടെ വേണമെങ്കിലും കടന്ന് അകത്തേക്ക് വരാൻ കഴിയും. ബാക്കിയുള്ളവർ ആരും വേണ്ട. ഞാൻ മാത്രം മതി നിന്റെ അവസാനം കാണാൻ. ബാക്കിയുള്ളവർക്ക് അടയാളങ്ങളും കൊടുത്തിട്ടായിരിക്കും ഞാൻ പോവുക. വാതിലിലൂടെ പുറത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ഒരു ചുവട് വെച്ച നാണുവിൻ്റെ പിന്നിലേക്ക് ശക്തമായ ഒരു മുഴക്കം കേട്ടു. അയാൾക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അലറിക്കരഞ്ഞുപോയി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. നീണ്ടുവരുന്ന 10 വിരലുകൾ തൻ്റെ 2 കവിളുകളിലേക്കുമാണ് വന്ന് പതിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ അയാൾ കരഞ്ഞു. വാതിലിന് പുറത്തേക്ക് ശബ്ദം പോയില്ല. അതുകൊണ്ട് മറ്റാരും അത് കേട്ടതോ അറിഞ്ഞതോ ഇല്ല. കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കരുത്. അടുത്ത ഭാഗം 2 ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ചെയ്യും.